എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകുന്നതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അരുൺ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുവാണ്. ഈ സമയത്ത് പവിത്ര പുറത്തേക്ക് പോയി. പിന്നീട് ഡോക്ടറോട് അരുൺ ചോദിച്ചു, അല്ല ഡോക്ടർ, ഡോക്ടർക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, അരുണിനറിയാലോ ഇവർ ട്രീറ്റ്മെന്റ് നടത്തുന്ന രണ്ടുപേർക്കും വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയണം. ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും നോക്കും ആർക്കാ കുഴപ്പമുള്ളത്, അങ്ങനെയെല്ലാം നോക്കും. ഇതിന് ഇൻഫെർട്ടിലിറ്റി സെന്റർ ആണല്ലോ എന്ന് പറയണേ. അത് ഡോക്ടറെ, അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുണിനെ ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം അരുൺ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ല ഡോക്ടറെ. അരുണിന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ടൊക്കെയാണല്ലോ തനിക്ക് കുഞ്ഞുണ്ടായെന്നൊരു ചിന്തയായിരുന്നു അരുണിന്റെ മനസ്സിൽ. അപ്പോഴാണ് ഡോക്ടർ ആ കാര്യം പറയണേ. ഞങ്ങള് അങ്ങനെ രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പം പവിത്രയ്ക്ക് ഒരു കുഴപ്പമില്ല. പവിത്ര പൂർണ്ണ ആരോഗ്യവതിയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് അവൾക്ക് തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അരുണിന് സന്തോഷമായി. പക്ഷെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാണ്. എന്താ ഡോക്ടറെ? അരുണിന് പക്ഷേങ്കില് ഒരച്ഛനാകാൻ സാധിക്കില്ല എന്ന് പറയണേ. ഡോക്ടർ എന്താ പറയണെന്ന് ചോദിക്കും. അതെ, അരുണിനൊരു അച്ഛനായിട്ട് സാധിക്കില്ല. അരുണിന്റെ കൗണ്ടൊക്കെ ഞങ്ങൾ പരിശോധിച്ചു, പക്ഷെ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബീജങ്ങളൊക്കെ കുറവാന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പറഞ്ഞു, സത്യമാണ് ഡോക്ടറെ പറയണെന്ന് നിൽക്കും. ഞങ്ങൾ ഇതിനെ കള്ളം പറയണേ. അരുണിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. അവള് ഗർഭിണിയാണ് പവിത്ര. അങ്ങനെയാണെങ്കിൽ അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരായിരിക്കും? അപ്പൊ താൻ കബളിപ്പിക്കപ്പെടുകയാണോ എന്നൊരു ചിന്ത വന്നു. ഞങ്ങൾക്കറിയാം അരുണിന് സഹിക്കാൻ പറ്റില്ലെന്ന്, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടല്ലേ മതിയാവുള്ളൂ. കുഴപ്പമില്ല, ചികിത്സ നടത്തണം. പതുക്കെ ചികിത്സ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പം ബലം ഉണ്ടായേക്കാം. അരുൺ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയണം. അരുൺ വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി. ആ സമയം ഇന്ദീവരത്തില് ഇതിനേക്കാളും വലിയ ടെൻഷനിലിരിക്കുവാണ് ഗൗതം. കാരണം ഗൗരിമോളുടെ വാക്കുകളാണല്ലോ മനസ്സ് നിറയെ. എന്നെയും കൂടെ അതെ നന്ദുവിന്റെ പപ്പായ്ക്ക് ദത്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആ ചോദ്യം ഇങ്ങനെ ചെവിക്കോളം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി വന്നിട്ട് എന്താ ഗൗതം, ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, ഞാന് ഗൗരിമോളെ കുറിച്ച് ആലോചിച്ചെന്ന് പറയണം. അവളുടെ ഓരോ ചോദ്യങ്ങളെ എന്റെ മനസ്സിൽ നിന്ന് അത് മായുന്നില്ല എന്ന് പറയാം. അത് പിന്നെ കുഞ്ഞു കൊച്ചല്ലേ, അതിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. ഈ സമയത്ത് അവരുടെ മനസ്സിൽ നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണും. അപ്പൊ അങ്ങനെ ചോദിച്ചെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, എന്തോ എനിക്കത് അത്രയും കൂടെ പിടികിട്ടുന്നില്ലെന്ന് പറയാം. അല്ല, ഇത്രമായിട്ടും ഇതുവരെയായിട്ടും ഗൗരിമോൾക്ക് അറിയത്തില്ല അവളുടെ അച്ഛൻ നിർമ്മല എന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, അങ്കിളാന്ന് മാത്രം അറിയത്തുണ്ടായിരിക്കുള്ളൂ എന്ന് പറയണ. ഗൗതം പറഞ്ഞു, എന്നാലും ഇത്രയും കാലമായിട്ടും നന്ദ എന്തുകൊണ്ട് അത് പറയാതിരുന്നേ? നന്ദയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യയില്ലേ? ആ കുഞ്ഞ് അതിന്റെ അച്ഛനെ കാണട്ടെ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നൊന്ന് ഓർത്തു നോക്കിയെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കില് ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പിങ്കി നീ ഒന്ന് ആലോചിക്കേ, മുമ്പ് നന്ദുവിനെ ദത്തെടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. നന്ദുവിനെ കണ്ടതിന് ശേഷം എനിക്ക് അവനെ വേണമെന്നൊരു മോഹം മനസ്സിലേക്ക് ഉദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് വേറൊരു കുട്ടികളോടും തോന്നാത്തൊരു ഇഷ്ടം. നന്ദുവിനെ ദത്തെടുത്ത് കഴിഞ്ഞിട്ട് കുറെ കുട്ടികളെ കണ്ടു, ഇഷ്ടംപോലെ കുട്ടികളെ കാണുന്ന. പക്ഷെ എനിക്ക് അവരോട് ആരോടും നന്ദുവിന് അത്ര അടുപ്പോ സ്നേഹം തോന്നിട്ടില്ല. ഇപ്പൊ അതുപോലെ തന്നെയാണ് ഗൗരിമോളോട്. വേറെ ആരോടും തോന്നാത്തൊരു പ്രത്യേക വാത്സല്യ സ്നേഹമൊക്കെ എനിക്ക് ഗൗരിയോട് തോന്നുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. പിങ്കി പറഞ്ഞു, ഒരു പക്ഷേ ഗൗരി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ആ കാര്യം ഓർത്തിട്ട് ഗൗതം തൽക്കാലത്തേക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണേ. അപ്പോഴേക്കുമാണ് പപ്പാന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ടേക്ക് നന്ദുവും വരുന്നത്. ആഹാ, ഇത് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തോ കാര്യം പപ്പാട് ചോദിക്കാണ്ടല്ലോ എന്ന് പറയാം. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, പപ്പ സാധിച്ചു തരുമെന്ന് ചോദിക്കാം. മോനാദ്യം കാര്യം പറ. സാധിച്ചു തരേണ്ട കാര്യമാണെങ്കിൽ ഇതേ ഈ പപ്പ സാധിച്ചു തരുമെന്ന് പറയണം. ഇത് കേട്ടോ നന്ദുമോനൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ പപ്പ ഒരു കാര്യമുണ്ടെന്ന് പറയണം. നമുക്ക് ഗൗരി അങ്ങ് ദത്തെടുത്താലെന്ന് ചോദിക്കുകയാണ്. ഗൗരിയെ ദത്തെടുക്കാനോ? അതെ, എന്താ പപ്പയ്ക്ക് പറ്റില്ലെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗൗതം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും മോനെ? ഗൗരിയെ നമ്മൾ എങ്ങനെ ദത്തെടുക്കണമെന്ന് ചോദിക്കുകയാണ്. പിങ്കി പറഞ്ഞു, ഗൗരിക്ക് അച്ഛനില്ലെങ്കിൽ അമ്മയുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ദത്തെടുക്കണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ നന്ദുവൻ പറഞ്ഞു, അതെ അമ്മയുണ്ട്, പക്ഷെ ഒരു കാര്യം ചെയ്യാം, എന്നാൽ നമുക്ക് ഡോക്ടർ ആന്റിയും കൂടെ ഇങ്ങോട്ട് ദത്തെടുത്തേക്കാം. ഗൗരീനെ ഡോക്ടർ ആന്റിയും കൂടെ ദത്തെടുത്ത് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. പിങ്കി ഗൗതത്തിനെ നോക്കുകയാണ്. ഗൗതം പെട്ട അവസ്ഥയിലായിപ്പോയി. എന്ത് മറുപടി പറയാനും നടത്തില്ല. പറ പപ്പ, എന്താ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അതൊന്നും ശരിയാവത്തില്ല മോനെ. അതെന്താ ശരിയാവത്തില്ലാത്തേ? ഡോക്ടർ ആന്റിക്കും ഗൗരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ അവരോട് പറയാം, പപ്പ അവരുടെ ദത്തെടുക്കാൻ പറയണേ. അത് ശരിയാവില്ലെന്ന് പറയാം. അന്ന് ഒരു കാര്യം ചെയ്യാം, ഗൗരി ദത്തെടുത്തോളും പപ്പാനെ. അപ്പൊ എങ്ങനെയുണ്ട്? അത് കുഴപ്പമുണ്ടോന്ന് ചോദിക്കണം. ഇത് വെച്ചപ്പോ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗൗതത്തിന്. കുഞ്ഞു മോന, അവനോട് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നറിയത്തില്ല. അവന്റെ മനസ്സിനെ എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗൗതത്തിന്. ഇനിയിപ്പോ പറഞ്ഞാലൊന്നും അവന് മനസ്സിലാവുമെന്ന് തോന്നില്ല. പിന്നീട് ഗൗതം പറഞ്ഞു, മോനിപ്പോ ചെന്ന് റെസ്റ്റ് എടുക്കുക, കുറച്ചു നേരം പോയി കളിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക.
നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. പിന്നീട് പിങ്കി ഗൗതത്തിനോട് പറഞ്ഞ്, കണ്ടില്ലേ അവന്റെ മനസ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ. അവൻ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അവന്റെ മനസ്സിലെ നൂറ് നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കതൊന്നും തടയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. ഈ സമയം ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് പിന്നീട് വീട്ടിൽ വന്നിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അരുണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പവിത്ര വന്നിട്ട് പറഞ്ഞു, അരുണേട്ടൻ ഇത് എന്ത് നിപ്പ അരുണേട്ടാ നിൽക്കുന്നത്? എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയിട്ടോന്ന് പറയണേ. എന്തിന്? എന്താ കടന്ന കൈ? അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എനിക്ക് നല്ലൊരു സദ്യ കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അരുണേട്ടൻ എന്താ ചെയ്തേ? സദ്യ കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നെ ദേഷ്യപ്പെടുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയല്ലേ. എന്നാലും ഇത് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കണം. അതെ, ഇപ്പൊ നീ സദ്യ ഒന്നും കഴിക്കണ്ട, ഇവിടെയുള്ള ചോറൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാ. എന്താ അരുണേട്ട ഇങ്ങനെ? ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അരുണേട്ടനെ വിധം മാറിയില്ലെന്ന് പറയണം. അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്ന്, എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കണം. പിന്നീട് പവിത്ര പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സദ്യ കഴിക്കണമെന്നുണ്ടായിരുന്നു. അരുണേട്ടൻ സമ്മതിച്ചില്ല. ദേഷ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ വന്ന് കുറച്ച് ചോറെടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശപ്പൊന്ന് മാറിയത്. ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു പറയാം. മോഹിനി പറഞ്ഞു, എന്ത് പരിപാടി അരുണ നീ കാണിച്ചേ? അവൾ ഗർഭിണിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗർഭിണിയാന്ന് പറഞ്ഞോണ്ട്, എടാ നീ എന്താ ഇങ്ങനെയൊക്കെ? നിനക്ക് മുമ്പ് ഒരു സന്തോഷമായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് ഇപ്പൊ സന്തോഷമില്ലാത്തേ? അതെ, എപ്പോഴും എല്ലാവർക്കും ഒന്നും സന്തോഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അരുൺ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം മോഹിനിയുടെ അടുത്ത് പവിത്ര എന്നിട്ട് പറഞ്ഞു, എന്താന്ന് അറിയത്തില്ലമ്മേ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അരുണേട്ടൻ തുടങ്ങിയത് എങ്ങനെ? അരുണേട്ടൻ ഒന്നും വ്യക്തമായിട്ട് തുറന്നും പറയുന്നില്ല. കാര്യം എന്താന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം. അത് കേട്ട മോഹിനി ഇങ്ങനെ ആലോചിച്ചു. സാരമില്ല, പോട്ടെ മോളെ, മോൾക്ക് ആവശ്യമുള്ളതല്ല ഇതേ ഈ അമ്മ ഉണ്ടാക്കി തരാലോ, എന്തെങ്കിലും വേണേ പറഞ്ഞാൽ മതി, മോൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറയണം. പിന്നീട് പവിത്ര അങ്ങോട്ട് കയറിപ്പോയപ്പോൾ മോഹിനി ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും കാരണം? മോഹിനിക്ക് എഴുത്തും പിടിയും കിട്ടിയില്ല, എന്താ സംഭവം പോലും. പിന്നീട് ആകെപ്പാടെ സങ്കടത്തില് ഗൗരി ഇങ്ങനെ ഇരിക്കുവാണ്. ഗൗരിയുടെ അടുത്തേക്ക് നന്ദ വന്നിട്ട് ചോദിച്ചു, അല്ല ഇന്നും പോകണ്ട, നീ ഇത് എന്തിരിപ്പായിരിക്കണം നിൽക്കും? അമ്മേ ഇന്ന് പോവണ്ടെന്ന് പറയണം. എന്താ? എനിക്ക് തീരെ വയ്യാന്ന് പറയാ. ദേ വെറുതെ അടോ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയാ. അല്ലമ്മേ സത്യമായിട്ടും അതെ എന്ന് പറയണ. പിന്നെ നന്ദ പോയി പിടിച്ചു നോക്കിയപ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടുണ്ട്. ദൈവമേ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ നന്ദ പറഞ്ഞു, ഞാനൊരു ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാതെ പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്താണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത്. നിർമ്മലിനെ കണ്ടപ്പോഴത്തേനും ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, ലോറി അങ്കിള് വന്നല്ലോ എന്ന് പറയാണ്. പിന്നീട് വന്നിച്ചു, എന്ത് പറ്റി ഗൗരി? മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? അതെ, ഞങ്ങൾ ഇന്ന് ശാന്തിപുരത്തിന് പോവാ. ഒരു കാര്യം ചെയ്യാവോ? ലോറി അങ്കിള് അമ്മയോടൊന്ന് പറയാവോ, പോകണ്ടെന്ന് പറയാമെന്ന് ചോദിക്കും. ഇത് കേട്ട നിർമ്മല പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ സമ്മതിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നോക്ക് അങ്കിളെ പ്ലീസ്, എനിക്ക് പോകാൻ ഇഷ്ടമില്ല, എനിക്കിവിടെ നിന്നാൽ മതി. എനിക്ക് കണ്ടില്ലേ നന്ദുവിന്റെ പപ്പേനെ മതി, എനിക്ക് നന്ദുവിന്റെ പപ്പേനെ അച്ഛനായിട്ട് വേണമെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ നിർമ്മല അതെങ്ങനെ ശരിയാകൂലോ, നന്ദുവിനെ അവര് ദത്തെടുത്തല്ലേ, അതുപോലെ തന്നെ എന്നെയും ദത്തെടുക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നിർമ്മല പറഞ്ഞു, മോൾ അങ്ങനെയൊന്നും ചിന്തിക്കുകയോ പറയുകയൊന്നും ചെയ്യരുതെന്ന് പറയണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമ്മയ്ക്കാണെങ്കിലോ എൻ്റെ അച്ഛനെ എനിക്ക് കാണിച്ചു തരാൻ താല്പര്യമില്ല. അമ്മയ്ക്ക് എൻ്റെ അച്ഛനോട് ദേഷ്യമാണ്. അങ്ങനെയാണെങ്കിൽ നന്ദുവിന്റെ പപ്പയോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. നന്ദുവിന്റെ പപ്പയെ ഞാൻ അച്ഛനാക്കുന്നതിൽ എന്താ കുറ്റം ഇരിക്കുന്നത്? അമ്മ എന്നോട് സമ്മതിക്കുന്നില്ലെന്ന് പറയണ. ഇത് കേട്ടോണ്ട് വന്ന നന്ദയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദന് വല്ലാത്ത അവസ്ഥയായി പോയി. പെട്ടെന്ന് നന്ദ ഗുളികയായിട്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഗുളിക കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിക്കാൻ പറയാണ്. അങ്ങനെ ഗൗരി മുളക് ഗുളിക കഴിച്ച് കഴിയുമ്പോഴത്തേന് നന്ദ പറഞ്ഞു, ഇനി കുറച്ചേരം നീ പോയി കിടക്കാൻ പറഞ്ഞിട്ട് ഗൗരിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആ സമയം നിർമ്മലിനോട് നന്ദ ചോദിച്ചു, നിർമ്മല എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. എന്തിനാ വന്നേന്നോ? എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഗൗരി ഉള്ളിടത്തോളം കാലം എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഗൗരി ഉണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല നിർമ്മൽ എന്ന് പറയാം. നന്ദയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് അവളുടെ മനസ്സിന്റെ വേദന കണ്ടിൽ നിന്ന് അടിക്കാനൊന്നും കഴിയില്ല. അവളുടെ മനസ്സ് വേദനിച്ച് എന്റെ മനസ്സ് നോവെന്ന് പറയാം. ഓഹോ, മദ്യം കുടിക്കുമ്പോൾ മാത്രമേ വേദന കാണത്തുള്ളായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നിർമ്മല പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നന്ദ കുറച്ച് മദ്യം കുടിച്ചു നോക്ക്, എന്നിട്ട് ഗൗരിമോളുടെ വേദന മനസ്സിലാകുന്നുണ്ടോ നോക്ക്, അപ്പോഴറിയാലോ എന്ന് പറയണം. നന്ദ പറഞ്ഞു, വേണ്ട നിർമ്മല, ഇനി കൂടുതലൊന്നും പറയണ്ട, നിർമ്മല പോകാൻ പറയാണ്. നിർമ്മല പോകാതെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, നീ ഇത് എന്ത് ഭാവിച്ചാ നിർമ്മലെ, നിനക്കറിയാലോ. നിർമ്മല പറഞ്ഞു, ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറ, പോയി ഗൗതം സാറിന് സത്യങ്ങൾ തുറന്നു പറ, ഗൗരി മോളാന്നുള്ള കാര്യം പറ, എത്ര നാളാ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ ഉപദേശമൊന്നും ഇവിടെ ആരും തേടിട്ടില്ല, നിന്നോട് പോകാൻ പറഞ്ഞ് പോയാൽ മതി. അതെ, പോകാൻ തന്നെയാ വന്നിരിക്കുന്നേ, അല്ലാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറയണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ലെന്ന് പറയാം. നന്ദയ്ക്ക് ദേഷ്യമായി. നന്ദ പറഞ്ഞു, ഇപ്പം ഞാൻ പോയി ഈ പറയുന്ന ഗൗതം സാറിൻ്റെ അടുത്ത് പറയാം ഗൗരി അയാളുടെ മോളാന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കോ? ഒരു കാരണവശാലും വിശ്വസിക്കില്ല. അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, നിർമ്മലാണ് ഗൗരിയുടെ അച്ഛന് എന്ന്. എന്താ അത് മതിയായിരുന്നു എന്ന് ചോദിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിർമ്മല ഇവിടെ വരുന്നത് വിലക്കിന്ന് പറയാം.
ഒരു നിമിഷം നിർമ്മല ഞെട്ടിപ്പോയി. നിർമ്മല ഇത്രയ്ക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇന്ത്യ വരത്തിൽ അരുൺ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അരുൺ നിന്ന് കഴിയുമ്പോഴത്തേണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. പവിത്ര അവിടെ മാറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓഹോ, ഇവളവളുടെ കാമുകനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വയറ്റി വരുന്ന കുഞ്ഞിനെ അച്ഛൻ ആരാന്നുള്ള കുറിച്ച്. അങ്ങനെയാണ് ഇവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. സ്നേഹം അഭിനയിച്ച് ഇവിടെ അടുത്ത് കൂടിച്ചാലോ അതോ ഇനി രക്ഷയുള്ളൂ. അവളുടെ വയറ്റി വരുന്ന കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ നോക്കിയിട്ട് അത് മാത്രമേ ഒരു മാർഗം കാണുന്നുള്ളൂ. അങ്ങനെയൊക്കെ കരുതി അങ്ങോട്ട് ചെല്ലുവാണ്. പക്ഷെ അടുത്ത് ചെല്ലുന്തോറും ദേഷ്യം കൂടി വന്ന അരുൺ പതുക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടേലുവാണ് അവളുടെ കഴുത്തി അരിച്ച് അവളെ കൊല്ലാൻ പാകത്തിനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.